നിങ്ങൾക്കെല്ലാവർക്കും മധുരം മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ 8ാം തരത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ പാഠഭാഗവുമായാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ആദ്യത്തെ ഭാഗത്തിന്റെ പേര് തന്നെ പിന്നെയും പൂക്കും ഈ ചില്ലകൾ എന്നാണ്. ഈ ഭാഗത്ത് 3 പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ പാഠം നമുക്ക് പഠിക്കാനുള്ള വിജയലക്ഷ്മിയുടെ പുതുവർഷം, രണ്ടാമതായി വരുന്നത് പൊൻകുന്നം വർക്കിയുടെ ആ വാഴവെട്ട്, മൂന്നാമത് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ചെറിയൊരു ഭാഗം എണ്ണ നിറച്ച കരണ്ടി. പ്രിയപ്പെട്ട കുട്ടികളെ, PK പാറക്കടവിന്റെ വേരും തളിരും എന്ന കഥയിലെ ചെറിയൊരു ഭാഗമാണ് പ്രവേശകമായി നമുക്ക് നൽകിയിട്ടുള്ളത്. അദ്ദേഹം വളരെ ചെറിയ വാചകങ്ങളിലൂടെയാണ് കഥകൾ അവതരിപ്പിക്കുന്നത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ കഥകൾ കടുകുമണിയോളം ചെറുതാണെന്ന്. പക്ഷെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കഥകൾ കടുകുമണിയോളം ചെറുതായിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് മുൻപിലേക്ക് വയ്ക്കുന്ന മൂല്യങ്ങൾ എന്ന് പറയുന്നത് വിശാലമാണ്, അല്ലെ? വിശാലമായ ഒരു ആശയം, വിശാലമായ ആശയപ്രപഞ്ചം തന്നെയാണ് അദ്ദേഹം നമുക്ക് മുൻപിൽ സൃഷ്ടിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ കഥകൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇവിടെയും അതുതന്നെയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നോക്കൂ, ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു പിടി ആകാശവും ആകാശത്തായിരിക്കുമ്പോൾ ഒരു പിടി മണ്ണും മനസ്സിൽ സൂക്ഷിക്കുക. ഭൂമിയിലും നിങ്ങൾ തളിർക്കും, ആകാശത്തിലും വേര് പടരും. എന്താണ് എഴുത്തുകാരൻ ഇതിലൂടെ നമുക്ക് മുൻപിലേക്ക് തുറന്നു കാട്ടുന്നത്? നോക്കൂ, നമ്മൾ എപ്പോഴും സ്വപ്നം കാണുന്നവരാണ്. ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ധാരാളം സ്വപ്നം കാണണം, അല്ലെ? എന്തിനെ കുറിച്ച് സ്വപ്നം കാണണമെന്നാണ് എഴുത്തുകാരനോട് പറയുന്നത്? നിങ്ങൾ ആകാശത്തെ സ്വപ്നം കാണണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ചിന്തകളിൽ ആകാശത്തിന്റെ ആഴവും പരപ്പും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. അതായത് നമ്മൾ എപ്പോഴും ഭൂമിയിൽ ഉറച്ചു നിൽക്കണം. നമ്മുടെ വേരുകൾ, നമ്മുടെ സ്നേഹത്തിന്റെ ബന്ധം എല്ലാം ഇവിടെ ആണ്ട് കിടക്കുകയാണ്, അല്ലെ? അതാണ് നമ്മുടെ വേരുകൾ, ദൃഢമായ സ്നേഹ ബന്ധങ്ങൾ. ഒരു വൃക്ഷത്തെ ഭൂമിയിൽ ആഴത്തിൽ, അല്ലെ, പിടിച്ചു നിർത്തുന്നത് അതിന്റെ വേരുകളാണ്. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യന്റെയും കാര്യങ്ങൾ. അവന്റെ വേരുകൾ, അവന്റെ സ്നേഹത്തിന്റെ ദൃഢമായ ബന്ധങ്ങൾ എല്ലാം വേരുറച്ച് കിടക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയാണ്. നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും, അല്ലെ, ഞാൻ ഇവിടെ ഒന്നും ജീവിക്കേണ്ടവനല്ല, എനിക്ക് ഈ ഭൂമിയൊക്കെ വിട്ട് അല്ലെങ്കിൽ എനിക്ക് ഈ സ്ഥലമൊക്കെ വിട്ട് മറ്റെവിടെയെങ്കിലും വിദൂരതയിൽ പോയി ഒരു വലിയ ഫ്ലാറ്റൊക്കെ വാങ്ങി സന്തോഷമായി ജീവിക്കണം. ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ പലരിലും കടന്നു വരാറുണ്ട്. നാടിനെക്കുറിച്ചും നാടിന്റെ നന്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ മറന്ന് അത്തരം പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ഇവിടെ നമ്മൾ അങ്ങനെയായി മാറരുത്. നമ്മൾ നമ്മുടെ നാടിനെ സ്നേഹിക്കണം, നമ്മൾ നമ്മുടെ മണ്ണിനെ സ്നേഹിക്കണം, നമ്മുടെ ഭൂമിയെ സ്നേഹിക്കണം. നമ്മുടെ ബന്ധങ്ങൾ ആണ്ടിറങ്ങി കിടക്കുന്നത് ഈ മണ്ണിനടിയിലാണ്. ഇവിടെയാണ് നമ്മുടെ വേരുകൾ എന്നാണ് എഴുത്തുകാരൻ നമ്മളോട് പറയുന്നത്. വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹം നമുക്ക് മുൻപിലേക്ക് തുറന്നു കാട്ടി തരുന്നത്. ഭൂമിയിൽ കാലുറപ്പിച്ചുകൊണ്ടാണ് നാം ആകാശത്തോളം വളരേണ്ടത് എന്ന് പറയുമ്പോൾ ജീവിത മൂല്യങ്ങൾ നാം ഒരിക്കലും വിസ്മരിച്ചു കളയരുത്. നമ്മുടെ ജീവിത മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം എന്ന് എഴുത്തുകാരൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ജീവിത വിജയത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ വേരുകൾ ഈ മണ്ണിലാണെന്ന് നാം ഉറച്ച് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ മണ്ണിൽ വേരുപടരും. എങ്കിൽ മാത്രമേ ഭൂമിയിൽ തളിർക്കാനും ആകാശത്ത് പടരാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഈ വിശാലമായ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ ഇനി പാഠഭാഗത്തേക്ക് പ്രവേശിക്കേണ്ടത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ വേരുകൾ ഈ ഭൂമിയിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ ഭൂമിയെയും ഈ മണ്ണിനെയും ഈ ആകാശത്തെയും മറന്ന് നമുക്കൊരു ജീവിതമില്ല എന്ന സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിതയാണ്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് എഴുത്തുകാരിയെ ഒന്ന് പരിചയപ്പെടാം. നോക്കൂ, 1960 എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി വില്ലേജിൽ പെരുമ്പള്ളി ദേശത്ത് കുരിക്കാട്ടിൽ രാമൻ വേലായുധന്റെയും കമലാക്ഷി അമ്മയുടെയും മകളായാണ് ജനിച്ചത്. അവർ അവരുടെ 17ാമത്തെ വയസ്സിലാണ് ആദ്യം കവിത എഴുതുന്നത്. അത് കേരള കൗമുദിയിലാണ് പ്രസിദ്ധീകരിച്ച് വന്നത്. തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിന്റെ ഒരു ലഹരിയായിട്ട് കവിത മാറുകയായിരുന്നു എന്ന് വിജയലക്ഷ്മി തന്നെ തുറന്നു പറയുന്നുണ്ട്. 1992
അവരുടെ ആദ്യ കവിതാ സമാഹാരമായ മൃഗശിക്ഷകൻ പ്രസിദ്ധീകൃതമായി. തുടർന്ന് അങ്ങോട്ട് അവർ ധാരാളം കൃതികൾ എഴുതി. ഏതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് നമുക്കൊന്ന് നോക്കാം. മഴതൻ മച്ചെയ്തോ മുഖം, വിജയലക്ഷ്മിയുടെ കവിതാ സമാഹാരങ്ങൾ, ജ്ഞാനമഗ്ദലന, സീതാദർശനം, അന്ത്യപ്രലോഭനം, ഹിമസമാധി, ജലഗണ്യക, ഒറ്റമണൽത്തേരി തുടങ്ങി ധാരാളം കൃതികൾ അവർ രചിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ധാരാളം പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് വിജയലക്ഷ്മി. ഏതൊക്കെയായിരുന്നു അവർക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ? കുഞ്ചുപിള്ള പുരസ്കാരം, യുവ സാഹിത്യകാരിക്കുള്ള ലളിതാംബിക അന്തർജന പുരസ്കാരം, അങ്കണം സാഹിത്യ പുരസ്കാരം, വയലോപ്പള്ളി സാഹിത്യ പുരസ്കാരം, വി.ടി. ഭട്ടതിരിപ്പാട് സാഹിത്യ പുരസ്കാരം, ചങ്ങമ്പുഴ സാഹിത്യ പുരസ്കാരം, എ. അയ്യപ്പൻ സാഹിത്യ പുരസ്കാരം, ലൈബ്രറി കൗൺസിൽ സാഹിത്യ പുരസ്കാരം, അതുപോലെ തന്നെ ഒ.വി. വിജയൻ സാഹിത്യ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നമ്മുടെ എഴുത്തുകാരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നും എഴുത്തിന്റെ ലോകത്ത് വിജയകരമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവർ നേരത്തെ പറഞ്ഞതുപോലെ കവിത അവരുടെ ഒരു ലഹരിയായി ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുന്നു. ആ മസ്മരിക ലോകത്തിൽ അവരുടെ സഞ്ചാരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കവയിത്രി വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിതയാണ് പഠിക്കാനുള്ളത്. പുതുവർഷം എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ, പുതുവർഷം എന്താണ്? പുതുവർഷം പുതിയ വർഷം അല്ലെ. നമുക്ക് എല്ലാവർക്കും ധാരാളം സ്വപ്നങ്ങൾ ഉണ്ടാകും. ഓരോ പുതുവർഷം വരുമ്പോഴും നമുക്കൊക്കെ ധാരാളം എന്തുണ്ടാകാറുണ്ട്? സ്വപ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ അതുപോലെ തന്നെ കവയിത്രി അവരുടെ ജീവിതത്തിലെ കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളും, രസകരമായ ഓരോ അനുഭവങ്ങളും, അവർക്ക് മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളും എല്ലാം ഈ കവിതയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ ബാല്യകാലത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ എഴുത്തുകാരി നമ്മളോട് പറയുകയാണ്. നമുക്കറിയാം, കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ മറക്കാനാകാത്ത ഏറ്റവും രസകരമായ കാലമാണ് കുട്ടിക്കാലം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇപ്പോഴും എന്താണ്? കൊച്ചു കുട്ടികളാണ്. അപ്പൊ നിങ്ങൾക്ക് ജീവിതത്തെ കുറിച്ചുള്ള വ്യാകുലതകളും ആദിയും ഒന്നുമില്ല. സുന്ദരമായ ജീവിതം അങ്ങനെ നയിച്ചു തീർക്കാം. എപ്പോഴും നിങ്ങളുടെയൊക്കെ എല്ലാ കാര്യത്തിനും അല്ലെ, അച്ഛനും അമ്മയും അതുപോലെ വീട്ടിലുള്ള മറ്റെല്ലാവരും എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മളെ പൊതുവെ നമുക്കറിയാം, കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആത്മബന്ധം ആരോടാണ് ഉണ്ടായിരിക്കുന്നത്? അത് നമ്മുടെ അമ്മയോട് തന്നെയാണ് അല്ലെ. നമ്മൾ അച്ഛൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ആദ്യം ഓടിച്ചെല്ലുന്നത് ആരുടെ അരികിലേക്ക് തന്നെയാണ്? അമ്മയുടെ അരികിലേക്ക് തന്നെയാണ്. കാരണം എന്താ? അമ്മയാണ് എപ്പോഴും നമ്മളുടെ കൂടെ എന്തുണ്ടാകുന്നത്? വീട്ടില് ഉണ്ടാകുന്നത്. നമ്മൾ എപ്പോഴും അമ്മയെ കാണുന്നു. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആരോട് പറയാനുണ്ട്? അമ്മയോട് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് അമ്മയാണ്. അവരെല്ലാ കാര്യങ്ങളും ചെന്ന് പറയുന്നതും അല്ലെ, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ അമ്മയോടാണ്. അമ്മ എന്ന് പറഞ്ഞാൽ അല്ലെ, നമുക്കറിയാം അമ്മ നമുക്ക് എപ്പോഴും എന്താണ്? നന്മയുടെ പ്രതീകമാണ് അല്ലെ, സത്യമാണ്, നന്മയാണ്. നമ്മളെ ഓമനിച്ച് നമ്മളെ ലാളിച്ച് നന്മ നിറഞ്ഞ ഒത്തിരി കാര്യങ്ങളും കഥകളും ഒക്കെ നമുക്ക് പകർന്നു നൽകുന്നത് ആര് തന്നെയാണ്? നമ്മുടെ അമ്മ തന്നെയാണ്. അപ്പൊ കവയിത്രിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കവയിത്രിയുടെ കുട്ടിക്കാലവും അതുപോലെ തന്നെയായിരുന്നു. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊരു ലോകം തന്നെ ആർക്കുണ്ടായിരുന്നില്ല? കവയിത്രിക്ക് ഉണ്ടായിരുന്നില്ല. നല്ല സുന്ദരമായ ആ ഓണക്കാലത്തെക്കുറിച്ചും ആ പൊന്നോണക്കാലത്തെക്കുറിച്ചും അമ്മയോടൊപ്പം കളിച്ചും രസിച്ചും നടന്നതും അമ്മയോടൊപ്പം ക്ഷേത്രങ്ങളിൽ കയറി ഇറങ്ങിയതും അമ്മ പറഞ്ഞത് തന്നിട്ടുള്ളതുമായ ധാരാളം കഥകളും അനുഭവങ്ങളുമാണ് കവയിത്രിയുടെ മനസ്സിലും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കവയിത്രി കവിതയിലൂടെ നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കറിയാം, അവരുടെ ഓരോ കവിതകളിലും പല കവിതകളിലും അവർ ഓണത്തെക്കുറിച്ച് ധാരാളം പാടിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്താണ്, ഇത് ഇവിടെ ഒരു ഓണ കവിതയല്ല എങ്കിലും നമുക്ക് എന്താ ഒരു അമ്മ കവിത എന്ന് വേണമെങ്കിൽ ഇതിൽ വിശേഷിപ്പിക്കാം. കാരണം കവയിത്രി കവിതയിലുടനീളം അവരുടെ അമ്മയെ കുറിച്ചാണ് പറയുന്നത്. കാരണം അമ്മ എന്ന് പറയുമ്പോൾ നന്മയാണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കേട്ടോ. സത്യം അല്ലെ, സത്യമാണ്, നീതിയാണ്, ധർമ്മമാണ്, അതുപോലെ തന്നെ എല്ലാമാണ്, ഒരു ആശ്വാസമാണ്, അഭയമാണ്, എല്ലാം ആര് തന്നെയാണ്? അമ്മ തന്നെയാണ്. അപ്പൊ അമ്മയെക്കുറിച്ചും ആ പൊന്നോണക്കാലത്തെ കുറിച്ചും കവയിത്രി പറയുന്നു അല്ലെ. ഇന്നത്തെ നമ്മുടെ പൊന്നോണക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര നല്ല ഓർമ്മകളൊന്നും ഒക്കെ ഉണ്ടാവോ എന്തോ എനിക്കറിയില്ല കേട്ടോ. പുതിയ കുട്ടികളാണ്, പുതിയ കാലത്തിന്റെ പ്രതീകമാണ്. ഇപ്പൊ നമ്മളൊക്കെ ആഘോഷിച്ചിരുന്ന ഓണം, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അല്ലെ, അമ്മ, അമ്മാവൻ, അമ്മായി, അവരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരൊക്കെ വളരെ രസകരമായ ഓണം ആഘോഷിച്ചവരായിരിക്കും. അവരാഘോഷിച്ചതുപോലുള്ള ഒരു നല്ല ഓണം ഇന്നത്തെ തലമുറ ആഘോഷിച്ചിട്ടുണ്ടാവില്ല എന്ന കാര്യം വളരെ സത്യമാണ്.
കാരണം എന്താണ്, അന്നൊക്കെ വീട്ടിലുള്ളവരെല്ലാവരും കൂടി ചേർന്ന് ഒന്നിച്ച് പൂക്കളിറക്കുന്നു, വീട്ടുമുറ്റത്ത് പൂക്കളം തീർക്കുന്നു, പുത്തൻ കോടിയുടുപ്പണിയുന്നു, എല്ലാവരും ഒന്നിച്ച് ക്ഷേത്രത്തിൽ പോകുന്നു, ഓണസദ്യ ഉണ്ണുന്നു, ഓണക്കളികൾ കളിക്കുന്നു, ഓണപ്പാട്ടുകൾ പാടുന്നു. അങ്ങനെ സുന്ദരമായിട്ട് എന്താഘോഷിച്ചിട്ടുണ്ടായിരുന്നു? ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെന്താ നമ്മൾ കാണുന്നത്? നമ്മുടെ ഓണപ്പഴമകളൊക്കെ പുറത്തേക്ക് പോയി കഴിഞ്ഞു. പകരം എന്താണ്? അങ്ങാടിപ്പെരുപ്പം അകത്തേക്ക്, അല്ലെ? ഓണപ്പഴമകൾ പുറത്തേക്കും അങ്ങാടിപ്പെരുപ്പം അകത്തേക്കും വന്നു കയറുന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് ആരും പുറത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നില്ല? പൂക്കളൊന്നും പറിച്ചു കൊണ്ടുവരുന്നില്ല, അല്ലെ? വലിയ വില കൊടുത്ത് അങ്ങാടിയിൽ ചെന്ന് ചീഞ്ഞളിഞ്ഞതും ദുർഗന്ധം വമിക്കുന്നതുമായ പൂക്കളൊക്കെ ചേർത്ത് നമ്മൾ ഇന്ന് എന്തൊരുക്കുന്നു? പൂക്കളം ഒരുക്കുന്നു. ഓണസദ്യ ഉണ്ടാക്കാനൊന്നും ആർക്കും നേരമില്ല, അല്ലെ? കാരണം എന്താണ്? നമുക്ക് അതൊന്നും വേണ്ട. നമുക്ക് മീനും ഇറച്ചിയും അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഓണം അങ്ങോട്ട് ആഘോഷിച്ചു പോകുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. സുന്ദരമായ ഒരു പൊന്നോണക്കാലം നമുക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, അല്ലെ? മഹാബലി തമ്പുരാൻ ഭരിച്ചിരുന്ന ആ പൊന്നോണക്കാലത്തെ കുറിച്ച് നല്ല സുന്ദരമായ ഓർമ്മകളാണ് പഴയ തലമുറയ്ക്കൊക്കെ ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇവിടെ നമ്മുടെ കവയിത്രിക്കും ഉള്ളത്. എന്തൊക്കെയാണ് കവയിത്രി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ മനോഹരമായ കവിതയാണ് വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന ഈ കവിത. ധാരാളം ഈണത്തിൽ പലരും ഈ കവിത പാടിയിട്ടുണ്ട്. സ്ഥിരമായിട്ട് പാടുന്ന ഒരു താളമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. ഞാനൊന്ന് ആദ്യത്തെ 2 വരി ഞാനൊന്ന് ചൊല്ലാം. അമ്മ പറഞ്ഞതീനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നോരാ പോയ കാലം. ഈ രീതിയിലും ഈ കവിത ചൊല്ലാം. ഞാൻ മറ്റൊരു താളത്തിലാണ് നിങ്ങൾക്ക് മുൻപിൽ ചൊല്ലുന്നത്. ഇത് പഴയൊരു സിനിമയുടെ താളമാണ് കേട്ടോ. പഴയൊരു സിനിമ പാട്ടിന്റെ താളത്തിലാണ് ഞാൻ പാടുന്നത്. സിനിമ ഏതാണെന്നൊക്കെ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കണം. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാ പോയ കാലം, മാവേലി നാടുവാണിടും കാലം പാടി പൂനുള്ളി പോയ പൊന്നോണക്കാലം, ദേവി തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ടു ഞാൻ ഓരോ പടി എണ്ണിക്കേറും നേരം, കൂപ്പുക കുഞ്ഞിക്കൈങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം, പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം, ആരോടുമില്ല വഴക്കന്നു പുഞ്ചിരി ചോരോടും കൂടി നടന്ന കാലം. ഈ കവിത വിജയലക്ഷ്മിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണിത്. ഈ കവിത ധാരാളം ഈണത്തിൽ പലരും പാടിയിട്ടുണ്ട്. സ്ഥിരമായി നിങ്ങൾ കേൾക്കുന്ന ഒരു താളമാണ് ഏത്? അമ്മ പറഞ്ഞതീനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നോരാ പോയ കാലം. ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പഴയ സിനിമയിലെ പാട്ട് കേട്ടോ, ആ പാട്ടിന്റെ താളത്തിലാണ് ഈ കവിത ചൊല്ലുന്നത്. പാട്ട് ഏതാണ് അല്ലെങ്കിൽ സിനിമ ഏതാണെന്നൊക്കെ നിങ്ങൾ സ്വയം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാ പോയ കാലം, മാവേലി നാടുവാണിടും കാലം പാടി പൂനുള്ളി പോയ പൊന്നോണക്കാലം, ദേവി തൻ കോവിലിൽ കുഞ്ഞുടും പിട്ടു ഞാൻ ഓരോ പടി എണ്ണിക്കേറും നേരം, കൂപ്പുക കുഞ്ഞിക്കൈയെങ്കിൽ കരിവള കാപ്പാകുമെന്നമ്മ ചൊന്ന കാലം, പുസ്തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ചപ്പുളിയും ഒളിച്ച കാലം, ആരോടുമില്ല വഴക്കന്നു പുഞ്ചിരി ചാരോടും കൂടി നടന്ന കാലം, അക്കാലം പൂക്കളം തീർത്തതോർക്കുന്നു ഞാൻ നിശ്ചയമമ്മയോടൊത്തു തന്നെ, മുറ്റത്തിനൈശ്വര്യം ചാർത്തുമാ പൂക്കളോടൊപ്പമെന്നമ്മയും തുമ്പ പോലെ. നമുക്കിനി
എന്താണ് കവിതയിലെ ആശയമെന്ന് നോക്കാം. തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അല്ലേ. അമ്മയെക്കുറിച്ചും അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയണ്ടായി. നോക്കൂ എന്തൊക്കെയാണെന്ന്. അമ്മ പറഞ്ഞതിനപ്പുറം അല്ലേ, അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ആ പഴയ കാലം, പോയിപ്പോയ കാലത്തെക്കുറിച്ചാണ് കവയിത്രി ഇവിടെ ഓർക്കുന്നത്. ഇന്ന് അവര് അല്ലെ വളർന്നു വലുതായി, അപ്പൊ കഴിഞ്ഞുപോയ അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബാല്യത്തെക്കുറിച്ച് അവർ നമ്മളോട് എന്ത് ചെയ്യാണ്, പറയുകയാണ്. എങ്ങനെയാണ്? അമ്മ പറഞ്ഞതിനപ്പുറം, അമ്മ പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊരു ലോകം അല്ലെ, മറ്റൊരു കാര്യം ആർക്കുണ്ടായിരുന്നില്ല, കവയിത്രിക്ക് ഉണ്ടായിരുന്നില്ല. ആ കാലം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് ഏത് കാലമാണ്? മാവേലി നാട് ഭരിച്ചിരുന്ന അല്ലെ ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്കറിയാം അല്ലെ. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നാണ് അല്ലെ. എല്ലാ മനുഷ്യരും വളരെ ഒത്തൊരുമയോടും സ്നേഹത്തോടും കൂടി കഴിഞ്ഞ ആ സുന്ദരമായ പൊന്നോണക്കാലത്തെ കുറിച്ച് അമ്മ ധാരാളം കഥകൾ ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം? കുട്ടിയായ വിജയലക്ഷ്മിക്ക് അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം അല്ലെ. അപ്പൊ അമ്മയെ കുറിച്ച് പറയുമ്പോൾ തന്നെ അമ്മ പറഞ്ഞു തന്ന മാവേലി നാട് ഭരിച്ചിരുന്ന ആ സുന്ദരമായ കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലെ. അന്ന് എങ്ങനെയായിരുന്നു? പൂക്കളൊക്കെ നുള്ളി അല്ലെ, വീട്ടിന്റെ മുറ്റത്തിരുന്ന് പൂക്കളം തീർത്ത ആ സുന്ദരമായ ഓർമ്മകളൊക്കെ നമ്മുടെ കവയിത്രിക്ക് ഉണ്ട്. നോക്കൂ, ദേവിതൻ കോവിലില്ലേ, അന്ന് കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അമ്മയുടെ കൂടെയാണല്ലോ എല്ലാ സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക. അപ്പൊ നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ അമ്മ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, കൊച്ചു കുട്ടികളൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? അവരെങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അല്ലെ. പടിയുടെ മുകളിൽ നിന്ന് താഴോട്ടും അല്ലെങ്കിൽ താഴ്ന്ന മുകളിലോട്ടും അല്ലെങ്കിൽ ക്ഷേത്രം ചുറ്റും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അമ്മമാര് കുട്ടികളോട് പറഞ്ഞെടുക്കും, മോളെ നമ്മൾ വന്നത് ആരെ കാണാണ് അല്ലെ, അമ്പലത്തിൽ ദേവിയെ കാണാൻ വേണ്ടി വന്നതാണ്. ദേവിയുടെ മുൻപിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൈയൊക്കെ കൂപ്പി ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലെ. നല്ല കുട്ടിയാവണേ അല്ലെ, നല്ല കാര്യങ്ങളല്ലേ നമ്മൾ കുട്ടികളാകുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക അല്ലെ. നല്ല കുട്ടിയാവണം, നല്ല മിടുക്കിയായിട്ട് വളരണം, പിന്നെ അതുപോലെ തന്നെ നല്ല ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവണം അല്ലെ. ഇത്തരം കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുക അല്ലെ കുട്ടികൾക്ക്. ഇവിടെ അത് തന്നെയാണ് കവയിത്രിക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? കവയിത്രിയുടെ അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അല്ലെ. മകളെ, നീ എന്ത് ചെയ്യണം? ദേവിയുടെ മുൻപിൽ കൈകൂപ്പി വണങ്ങണം. അങ്ങനെ ആവുന്ന സമയത്ത് നിന്റെ കയ്യിലുള്ള കരിവളയൊക്കെ എന്തായിട്ട് മാറും? കാപ്പായി മാറും അല്ലെ. കാപ്പായിട്ട് മാറും എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നു? അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. പിന്നെ അന്നത്തെ ആ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോൾ കവയിത്രി ആലോചിക്കുകയാണ്. കാരണം പുസ്തകസഞ്ചിയില് അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇല്ലായ്മയുടെ ഒരു കാലഘട്ടം കൂടെയാണ് കേട്ടോ പഴയ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ വിലപിടിച്ച വസ്തുക്കൾ ഇന്നൊക്കെ നമുക്കറിയാം, കുട്ടികളുടെ പുസ്തകമൊക്കെ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാഗിനകത്തൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സാധനങ്ങൾ അല്ലെ, മധുരപലഹാരങ്ങളും ഒരുപാട് മിഠായികളും ഇങ്ങനെ ഓരോ സാധനങ്ങൾ നിറച്ചിട്ടാണ് ഇന്ന് പല കുട്ടികളും എന്ത് ചെയ്യുന്നത്? വിദ്യാലയത്തിലേക്ക് എത്തിച്ചേരുന്നത്. അന്നത്തെ കുട്ടികളൊന്നും അങ്ങനെയായിരുന്നില്ല. അവർക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്നത് വീട്ടിൽ നിന്നും കിട്ടുന്ന നെല്ലിക്ക, അല്ലെങ്കിൽ വഴിയിലൂടെ പോകുമ്പോൾ അല്ലെ മാവിൽ നിന്നും വീഴുന്ന ചെറിയ ചെറിയ മാങ്ങകള്, ഇതൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് കയ്യിൽ ഒരു ചെറിയ കടലാസ് പൊതിക്കകത്ത് കുറച്ച് ഉപ്പൊക്കെ വെച്ച് കൊണ്ടുപോകുക. എന്നിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് അത് കഴിക്കുക. അങ്ങനെയൊക്കെ രസകരമായ ഓർമ്മകള് പഴയ ബാല്യകാലത്ത് കവയിത്രിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് അവരിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പുസ്തകസഞ്ചിയില് പച്ച നെല്ലിക്കയും പച്ചപ്പുളിയും ഒക്കെ ഒളിപ്പിച്ചുകൊണ്ട് നടന്നിരുന്ന ആ സുന്ദരമായ ബാല്യകാലത്തെ കുറിച്ചുള്ള ഓർമ്മകള് കവയിത്രി ഇവിടെ അയവിറക്കുകയാണ്. നോക്കൂ, അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? നോക്കൂ, ആരോടുമില്ല വഴക്ക്. കുട്ടികളാണ് അല്ലെ, ആരോടും അവർക്ക് എന്തുണ്ടാവില്ല? വെറുപ്പുണ്ടാവില്ല, ശത്രുത ഉണ്ടാവില്ല അല്ലെ. എല്ലാവരോടും പരസ്പരം എന്തായിരിക്കും? സ്നേഹം മാത്രമാണ് ഉണ്ടായിരിക്കും അല്ലെ. എല്ലാവരോടും ചിരിക്കും. ഇനിയിപ്പം അഥവാ തന്നെ എന്തെങ്കിലും ഒരു വഴക്കിട്ടാൽ കുറച്ച് നിമിഷ നേരത്തേക്ക് മാത്രമേ കുട്ടികൾക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുകയുള്ളൂ അല്ലെ. വലിയൊരു തമ്മിൽ എന്ത് ശത്രുത ഉണ്ടെങ്കിലും കുട്ടികൾക്ക് അതുണ്ടാവില്ല. കുട്ടികൾ അതെന്ത് ചെയ്യും? മറന്നു പോകും അല്ലെ. എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത് എന്നൊന്നും അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അവർ വീണ്ടും എന്ത് ചെയ്യും? അങ്ങോട്ടേക്ക് ഓടിപ്പോകും. അവരുടെ ആ സ്നേഹം നമുക്ക് എപ്പോഴും എന്താണ് കാണുകയും ചെയ്യാം അല്ലെ. പിള്ള മനസ്സിൽ കള്ളമില്ല എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അപ്പൊ ആരോടും വഴക്കിടാതിരുന്ന ആ സുന്ദരമായ കാലത്തെ കുറിച്ച് ഇവിടെ ഓർക്കുകയാണ് അല്ലെ. ഇന്നത്തെ കാലത്തൊക്കെ എങ്ങനെയാണ്? എല്ലായിടത്തും വഴക്കും കുന്നായ്മയും കുശുമ്പും അല്ലെ, ഇത് മാത്രമാണ് നിലനിൽക്കുന്നത്. എന്നാൽ ബാല്യകാലത്ത് അല്ലെ, കുട്ടികളാവുന്ന സമയത്ത് ഇങ്ങനെ ഒരു വിദ്വേഷവും ആർക്കും ഉണ്ടാവില്ല. കാരണം എന്താണ്? എനിക്ക് എല്ലാവരെക്കാളും കേമനാവണം, എല്ലാം എനിക്ക് നേടിയെടുക്കണം, എല്ലാം എന്റേതാണ് അല്ലെ എന്നുള്ള ധാരണകളാണ് നമ്മൾ വലിയതാകുമ്പോൾ, നമ്മളുടെ യൗവന കാലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കൗമാരത്തിലേക്ക്
പ്രായത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകളായിരിക്കും, അല്ലെ, ദുഷിച്ച ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ നന്മയും ഈ സ്നേഹവും ഒക്കെ എന്ത് ചെയ്തു പോകും, നഷ്ടപ്പെട്ടു പോകും. പക്ഷെ ആ പഴയ ബാല്യകാലം എന്ന് പറയുന്നത്, അല്ലെ, അല്ലെങ്കിൽ ആ കുട്ടിക്കാലം എന്ന് പറയുന്നത് സുന്ദരമായ സ്വപ്നങ്ങളും രസകരമായ അനുഭവങ്ങളും ഒക്കെയുള്ള നല്ലൊരു കാലമാണ്. അന്ന് ആർക്കും ആരോട് വഴക്കില്ല, പരസ്പര സ്നേഹമാണ്, അല്ലെ. മാവേലി നാട് ഭരിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന, അല്ലെ, ആ സുന്ദരമായ കാലം പോലെ തന്നെ കുട്ടികളുടെ ഇടയിലൊക്കെ തന്നെ നന്മയും സ്നേഹവും മാത്രമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. നോക്കൂ, അല്ലെ, അക്കാലത്ത്, അല്ലെ, കവയിത്രി പറയുന്നു, അക്കാലത്ത് നിശ്ചയമായിട്ടും ഞാൻ പൂക്കളം തീർത്തത് ആരോടൊപ്പം തന്നെയാണ്, എൻ്റെ അമ്മയോടൊപ്പം തന്നെയാണ്. ഇന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു ഓർമ്മകളൊക്കെ ഉണ്ടോ? ഇപ്പൊ പൂക്കളമൊക്കെ ഒരുക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അല്ലെ, അങ്ങാടിപ്പെരുപ്പം അകത്തേക്കും ഓണപ്പഴമുകൾ പുറത്തേക്കുമാണ്. അപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുക, എല്ലാവരും ഒന്നിച്ച് പൂക്കൾ ഇറുക്കുക, ഒന്നിച്ച് പൂവിടുക എന്നുള്ളതൊക്കെ ഇന്ന് വെറും സ്വപ്നമാണ്, അല്ലെങ്കിൽ നമ്മളിന്ന് പലയിടത്തും കാണാത്ത ഒരു അനുഭവം തന്നെയാണ്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ച് എന്ത് തീർക്കും, പൂക്കളം തീർക്കും. കവയിത്രിയുടെ ഓർമ്മയിൽ അവർ പൂക്കളം തീർത്തതൊക്കെ ആരോടൊപ്പം തന്നെയാണ്, അവരുടെ അമ്മയോടൊപ്പമാണ്. കാരണം അമ്മയാണ് എല്ലാം, അമ്മയാണ് നന്മ, അമ്മയാണ് സത്യം, അല്ലെ. അപ്പൊ അമ്മയോടൊപ്പം ജീവിച്ചിരുന്ന ആ സുന്ദരമായ അനുഭവങ്ങൾ, അല്ലെ. മുറ്റത്തിന് ഐശ്വര്യം, മുറ്റത്തിന് ഐശ്വര്യം ചാർത്തുന്നത്, പൂക്കളത്തിൽ ഏറ്റവും ഐശ്വര്യം നിറഞ്ഞ പൂ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? തുമ്പപ്പൂ തന്നെയാണ്, അല്ലെ. തുമ്പപ്പൂവിന് ആ ഒരു പ്രാധാന്യം വരാൻ ഒരു കഥ കൂടെ ഉണ്ട്, അല്ലെ. പണ്ട് മാവേലി തമ്പുരാൻ വരുന്നു എന്നറിഞ്ഞിട്ട് പൂക്കളൊക്കെ എന്ത് ചെയ്തു, മാവേലി തമ്പുരാനെ എന്താണ്, അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരുങ്ങി നിന്നു. ആ സമയത്താണ് നമ്മുടെ തുമ്പപ്പൂ എന്ത് ചെയ്തത്, അങ്ങോട്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയത്. അപ്പൊ മറ്റുള്ള പൂക്കളൊക്കെ അവളെ കളിയാക്കി, അയ്യേ തുമ്പേ, നിനക്ക് നാണമല്ലേ, നിനക്ക് ആകെ ഒരു നിറമുണ്ടോ, അല്ലെ, ആകെ ഒരു വെളുത്ത നിറമാണ് നിനക്കുള്ളത്, അതുമല്ല നീ ആണെങ്കിൽ വളരെ കുഞ്ഞാണ്, തമ്പുരാൻ നിന്നെ കാണത്തുപോലുമില്ല, ഞങ്ങളൊക്കെ ഒന്നിങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ, നീ അങ്ങോട്ട് മാറി നിൽക്ക്, അല്ലെ, എന്നൊക്കെ ആര്, ആ തുമ്പപ്പൂവിനെ മറ്റു പൂക്കളൊക്കെ ചേർന്ന് അധിക്ഷേപിച്ചു. അപ്പൊ നമ്മുടെ അപ്പോഴാണ് തുമ്പയ്ക്ക് എന്ത് വന്നത്, ചിന്ത വന്നത്, ശരിയാണല്ലോ, അല്ലെ, എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് നിറങ്ങളൊന്നുമില്ല, അവരൊക്കെ ചുമപ്പ്, അല്ലെ, അതുപോലെ തന്നെ പല നിറങ്ങള്, അല്ലെ, മഞ്ഞ, സുന്ദരമായ പല നിറങ്ങളിലും അവരൊക്കെ എന്ത് ചെയ്യുന്നു, അണിഞ്ഞങ്ങനെ നിൽക്കുന്നു. എനിക്ക് അങ്ങനത്തെ നിറങ്ങളൊന്നുമില്ല, പോരാത്തത് ഞാൻ വളരെ ചെറുതാണ്, ആരും കാണില്ല. അപ്പോൾ പിന്നെ ഈ തിരക്കിനിടയിൽ തമ്പുരാൻ എങ്ങനെയാണ് എന്നെ കാണുക? തുമ്പപ്പൂ എന്ത് ചെയ്തു, കുറെ മാറി അങ്ങോട്ട് നിന്നു. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ മാവേലി തമ്പുരാൻ വന്നെത്തിയത്. അദ്ദേഹം പൂക്കളെയൊക്കെ കണ്ടു, ചിരിച്ചു, അല്ലെ, ഓമനിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ഭാഗത്ത് നാണിച്ച് ഒതുങ്ങി നിൽക്കുകയാണ് ആര്, നമ്മുടെ തുമ്പപ്പൂവ്. തമ്പുരാൻ എന്താ ചെയ്തത്, ഓടിച്ചെന്നു, അല്ലെ, ദേവൻ ഓടിച്ചെന്നു, വാരിയെടുത്തു. എവിടെ വെച്ചു, മൂർധാവിൽ വെച്ചു, അല്ലെ. മറ്റു പൂക്കളൊക്കെ നാണിച്ചു പോയി ഇത് കണ്ടിട്ട്. കാരണം ദേവനെടുത്ത് മൂർധാവിൽ വെച്ച പൂവാണ് ഇത് തുമ്പപ്പൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുമ്പപ്പൂവിന് ഓണക്കാലത്ത് വളരെയേറെ പ്രാധാന്യമുള്ളത് എടാ. അപ്പൊ തുമ്പപ്പൂ എങ്ങനെയാണ്, വെണ്മയാണ്, അല്ലെ, വെളുത്തതാണ്. വെളുപ്പ് എന്തിന്റെ പ്രതീകമാണ്, നന്മയുടെ പ്രതീകമാണ്, അല്ലെ. ഇവിടെ അമ്മ എന്തിന്റെ പ്രതീകമാണ്, നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ്. അപ്പോൾ മുറ്റത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന പൂക്കളത്തിലെ തുമ്പപ്പൂ പോലെ തൻ്റെ വീടിന് ഐശ്വര്യം, അല്ലെ, തൻ്റെ വീടിന്റെ മുറ്റത്ത് ഐശ്വര്യത്തോടു കൂടി, അല്ലെ, ഇരിക്കുന്ന അമ്മ കവയിത്രിയുടെ മനസ്സിൽ എന്നും അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് വളരെ കുറച്ച് ഭാഗം, അല്ലെ, ഈ കവിതയിലെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് കവിത ചൊല്ലുക, അതിന്റെ ആശയമൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ഒന്നുകൂടെ ഞാൻ പറയാണ്, കവയിത്രി, അല്ലെ, അമ്മ പറഞ്ഞതിനപ്പുറം മറ്റൊന്നുമില്ലാതിരുന്ന ജീവിതത്തിലെ സുന്ദരമായ നിമിഷത്തെയാണ് കവയിത്രി ഇവിടെ ഓർത്തെടുക്കുന്നത്, അല്ലെ. മാവേലി നാട് ഭരിച്ചിരുന്ന സുന്ദരമായ ആ ഓണക്കാലവും ആ ഓണക്കാലത്ത് അമ്മയോടൊപ്പം പൂന്നുള്ളിയതും പൂക്കളിറുത്തതും മുറ്റത്ത് പൂക്കളം തീർത്തതുമായ അനുഭവങ്ങൾ അവർക്ക് ഒരുപാടുണ്ട്. അന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യം, അല്ലെ, അമ്പലത്തിൽ ചെല്ലുക, ദേവിയുടെ മുൻപിൽ കൈകൂപ്പി പ്രാർത്ഥിക്കണം. അങ്ങനെ ആവുന്ന സമയത്ത് കയ്യിലുള്ള കരിവിളൊക്കെ എന്തായിട്ട് മാറും, കാപ്പായിട്ട് മാറും എന്ന് പറഞ്ഞു കൊടുത്തിരുന്ന ആ കാലം. അതേപോലെ തന്നെ അന്ന് പള്ളിക്കൂടത്തിലേക്ക് പുസ്തക സഞ്ചിയില് കൊച്ചു നെല്ലിക്കയും മറ്റുമായിട്ട് വിദ്യാലയത്തിലേക്ക് പോയിരുന്ന ആ സുന്ദരമായ
അനുഭവങ്ങൾ അല്ലെ, എന്നാരോടും വഴക്കിടാതെ എല്ലാവരോടും പരസ്പരം പുഞ്ചിരിച്ച് സ്നേഹത്തോടു കൂടിയാണ് എന്ത് ചെയ്തിരുന്നത്, ഓരോ ദിവസവും ജീവിച്ചു തീർത്തിരുന്നത്. അക്കാലത്ത് കവയത്രിയും അവരുടെ അമ്മയോടൊപ്പം തന്നെയാണ് എന്ത് മുറ്റത്ത് പൂക്കളം ഒരുക്കിയിട്ടുള്ളത് അല്ലെ. ഇപ്പൊ വീട്ടിലെ തുമ്പപ്പൂ പോലെ പൂക്കളത്തിലെ തുമ്പപ്പൂ ശോഭിക്കുന്നത് പോലെ തൻ്റെ വീടിന്റെ മുറ്റത്ത് അമ്മ അങ്ങനെ ശോഭിച്ചു നിൽക്കുന്നു എന്ന് ആര് ഉറപ്പിച്ചു പറയുന്നു? കവയത്രി ഉറപ്പിച്ചു പറയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരും. നമുക്ക് വീണ്ടും കാണാം. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരും, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും എൻ്റെ മധുരം മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, അതിൽ അറിയിക്കാവുന്നതാണ്. ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും.